ശ്രീ ജിൻഡോ ജോൺ, ഇന്നിപ്പോ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് വ്യാജമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചു, രക്തം കട്ടപിടിക്കുന്ന രോഗമുണ്ട് എന്ന വ്യാജമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സനോജ് വേറെ കുറെ അതേ വാദഗതിയാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു യുവജന പ്രവർത്തകൻ, വളരെ ഊർജ്ജസ്വലമായ പ്രായത്തിലുള്ള ഒരു യുവജന പ്രവർത്തകൻ സമരത്തിന്റെ പേരിൽ അറസ്റ്റ് നേരിടുമ്പോൾ, ഇപ്പോൾ അറസ്റ്റ് പൊതുപ്രവർത്തകർ നേരിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇപ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, നമ്മുടെ രാഷ്ട്രപിതാവോ അല്ലെങ്കിൽ പ്രഥമ പ്രധാനമന്ത്രിയോ ഒക്കെ ഒരുപാട് തവണ ജയിൽവാസം അനുഭവിച്ചവരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ ജവഹർലാൽ നെഹ്റു 10 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു യുവജന പ്രവർത്തകൻ 15 ദിവസമോ 25 ദിവസമോ റിമാൻഡിൽ കഴിഞ്ഞാൽ അത് അത്ര വലിയ ആകാശം പിടിഞ്ഞു വീഴുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അവിടെ അതിനുള്ള ആർജവം കാണിക്കാതിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇടതുപക്ഷത്ത് നിന്ന് ഉയരുന്ന, അല്ലെങ്കിൽ സർക്കാർ പക്ഷത്ത് നിന്ന് ഉയരുന്ന വിമർശനം. അഭിലാഷേ, ഈ കേരളത്തിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും വ്യാജനും തീരുമാനിക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കായംകുളത്തെ നിഖിൽ തോമസിന്റെ BCom സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാ? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആരാ? സഖാവ് M.V. ഗോവിന്ദനാണ്. ഈ M.V. ഗോവിന്ദൻ മാസ്റ്റർ എന്നല്ല വിളിക്കേണ്ടത്, M.V. ഗോവിന്ദൻ മോൺസ്റ്റർ എന്നാ വിളിക്കുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള തമാശകൾ പറയാ. ഈ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യപ്രകാരമല്ല, പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം വക്കീൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയാനായിട്ട് എൻ്റെ അറിവനുസരിച്ചിട്ട് M.V. ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അല്ലാതെ അദ്ദേഹം ന്യൂറോ സർജൻ അല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒറിജിനൽ ആണെന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ദേശാഭിമാനിയിൽ വരുന്ന വാർത്ത, പോക്സോ കേസിൽ ഇരയുടെ മൊഴിയുണ്ടെന്ന് പറയുന്നത് മോൻസൺ മാവുങ്കലിന്റെ ചെമ്പോലയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ ഇരിക്കുന്ന ദേശാഭിമാനി പത്രത്തിൽ വന്നതാ. മറിയക്കുട്ടിയുടെ സ്വത്തുക്കൾ, സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യുന്ന മകളുടെ വരുമാനം, ഇത്തരം കാര്യങ്ങളൊക്കെ നാളിതുവരെ തിരുത്തിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സാക്ഷ്യപത്രത്തെ ഞാൻ ആ വിലക്കേ കാണുന്നുള്ളൂ. ഇനി രണ്ടാമത്തത്, സനോജ് പറഞ്ഞൊരു കാര്യമുണ്ട്, ആർജവം ഉണ്ടെങ്കിൽ മാത്രമേ ജയിലിൽ പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ സമരത്തിൽ പങ്കെടുക്കാവുള്ളൂ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ധൈര്യക്കേടും ഉണ്ടായില്ല. അദ്ദേഹം ജയിലിൽ പോകാൻ തയ്യാറായി, അദ്ദേഹം ജയിലിൽ പോയി, ഒരു തർക്കമില്ല. അല്ലാതെ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണ്, ജാമ്യം തരണേ ഏമാനെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജരേഖ ചമച്ച് സർക്കാർ കോടതിയിൽ പണിയെടുത്ത കെ വിദ്യയെ പോലെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി ചോദിച്ച് ജയിലിൽ പോകാൻ. ഞാൻ പറയട്ടെ താങ്കളുടെ അവസരത്തിൽ പറഞ്ഞു, അല്ല നിങ്ങളുടെ വക്കീൽ പറഞ്ഞു, ഞാൻ പറയാം, എന്നിട്ട് താങ്കൾ പറഞ്ഞോ, ഞാൻ പറയട്ടെ സനോജ്, ഞാൻ പറയട്ടെ 2 സർക്കാർ കോളേജുകളിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ചമച്ച് ജോലി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ വിദ്യ കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം വേണം, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ഒത്താശ ചെയ്തല്ലേ കാരണഭൂതന്റെ ആഭ്യന്തര വകുപ്പ്? ഇവിടെ രാഹുൽ മാങ്കൂട്ടം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവധി ചോദിച്ചിട്ടില്ല, ജയിലിൽ കിടക്കാൻ തയ്യാറായിട്ടുണ്ട്, തലകറക്കൽ നാടകം അഭിനയിച്ചിട്ടില്ല കെ വിദ്യയെ പോലെ. അല്ലെങ്കിൽ അകത്ത് പോയാൽ ഒരിക്കലെങ്കിലും പുറത്തു വരോ എന്ന് സംശയമുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ പോലെയുമല്ല. 40 കേസിലെയും വധശ്രമ കേസിലെയും കൂടെ പ്രവർത്തിക്കുന്ന, തങ്ങളുടെ തന്നെ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടി തന്തയില്ലാത്ത മക്കളെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലൊന്നല്ല രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ പോയത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് കേരളം കൊള്ളയടിക്കുന്ന കാരണഭൂതനെതിരെ സമരം ചെയ്തതിന്റെ പേരില്ല. അതിന്റെ പേരിൽ നിങ്ങൾ യാതൊരു ദാക്ഷിണ്യവും ഞങ്ങൾക്ക് വേണ്ട. ആർജവമുള്ള നേതാവായിട്ട് തന്നെയാ അകത്തേക്ക് പോയത്, അതുപോലെ തന്നെ പുറത്തേക്ക് വരുമെന്ന് 100% ഉറപ്പുണ്ട്. ആർഷോയെ പോലെ പുറത്തു വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഒളിച്ചു നടക്കേണ്ട ഗതികളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല.